സ്റ്റോറീസിന്റെ നെക്സ്റ്റ് എപ്പിസോഡ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ബ്രൈഡാണ്. സ്പെഷ്യൽ ബ്രൈഡ് എന്നല്ല, നമ്മൾ നോർമലി ചെയ്യുന്നതിന് ഒന്ന് വ്യത്യാസം. നമുക്കിന്ന് അയ്യങ്കാർ ബ്രൈഡാണ്. നോർമലി ഇവരുടെ തന്നെ ഒരു മേക്കപ്പ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട്, സൂര്യയുടേത്. അപ്പോൾ സൂര്യയുടെ കസിനാണ്. അന്ന് ഞാൻ അഞ്ജനയും ചെയ്തിട്ടുണ്ടെന്നാണ് അഞ്ജന പറയണത്. വിശേഷങ്ങളൊക്കെ നമുക്ക് പയ്യെ കേൾക്കാം. അപ്പോൾ നോർമലി അയ്യങ്കാർ ബ്രൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് മടിസാറൊക്കെയാണ്. പക്ഷേ അഞ്ജനയുടെ വെഡിങ്ങിൽ മടിസാറില്ല, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷേ ഇവരുടെ ഈ ഊഞ്ഞാലാട്ടം അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഈ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ഇതാണ് അപ്പോൾ ഇന്നത്തെ ബ്രൈഡ് അഞ്ജന. അഞ്ജനയുടെ ഇന്നലെ ഒരു ലുക്ക് ഞങ്ങളുടെ കഴിഞ്ഞു, എൻഗേജ്മെൻ്റ് ആയിരുന്നു. ഇന്ന് നമുക്ക് മുഹൂർത്തം ലുക്കും വെഡിങ് ലുക്കും മൂന്ന് സാരി വരുന്നുണ്ട്, 2 ലുക്ക് വരുന്നുണ്ട്. പാവം ചുമച്ചു വയ്യ, ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വയ്യ. അതായി അഞ്ജന ഒന്ന് പരിചയപ്പെടുത്തും. ഞാൻ തന്നെ അഞ്ജന. ഞാൻ തന്നെ അഞ്ജന. ഞാൻ സെറ്റിൽ ചെന്നൈ ആണ്, ബട്ട് വർക്കിംഗ് ഇൻ ഹൈദരാബാദ്. സോ കല്യാണം ഇവിടെ ആലപ്പുഴ വെച്ച്. എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. എന്നെ എങ്ങനെ അറിയുന്ന എന്നെ പറ്റിയല്ലേ പറയണ്ടേ. സോ മീര ചേച്ചി എന്നിട്ട് എന്റെ കസിൻ ഒരു 3 years ബാക്ക് കല്യാണം കഴിച്ചപ്പോൾ മീര ചേച്ചി ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. അപ്പൊ എൻ്റെ സിസ്റ്റർ എനിക്ക് വേണ്ടി മേക്കപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാ അത്രയും പ്രൊഫഷണൽ-ആയിട്ട് ഒരു മേക്കപ്പ് ഇടുന്നത് ആണ്. ആ ലുക്ക് തന്നെ എന്നെ എൻ്റയർ ആയിട്ട് അങ്ങ് ചേഞ്ച് ആയി. അതെന്ന് പറഞ്ഞാൽ എന്നെ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് കാണിച്ചു മീര ചേച്ചി. ഞാൻ അന്ന് ഡിസൈഡ് ചെയ്തതാ, ഞാൻ കല്യാണം കഴിക്കുന്ന ദിവസം അത് ഇന്ത്യയിൽ എവിടെ ആയാലും ശരി ഞാൻ അത് മീര ചേച്ചീനെ തന്നെ ആയിരിക്കും ബുക്ക് ചെയ്തത്. ഞാൻ തീരുമാനിച്ചിറങ്ങിയതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഞങ്ങളുടെ വീട്ടിലെ മുഹൂർത്ത ടൈം കുറിച്ച് അന്ന് ആ കുറിച്ച് അരമണിക്കൂറിൽ ഞാൻ ആദ്യം ബുക്ക് ചെയ്തത് മീര ചേച്ചീനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ February 21, 22 ഈ ടൈമിൽ എനിക്ക് വേണ്ടി വരും, ഉറപ്പായിട്ടും വേണ്ടി വരും, ബുക്ക് ചെയ്തേക്കുന്നത്. ഞാൻ 3 മാസം മുമ്പ് തന്നെ ബുക്ക് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് മീര ചേച്ചീനെ അറിയുന്നത്. അതെ, ഞാൻ അഞ്ജനയിലേക്ക് എത്തിയത് സൂര്യ വഴിയാണ്. സൂര്യയിലേക്ക് എത്തിയത് വാവ വഴിയാണ്. കുറെ കറങ്ങി വരെ എത്തിയത് കേട്ടോ. അതെ, മിക്കതും എൻ്റെ കൂടുതൽ ബ്രൈഡ്സും എല്ലാവരും നേരിട്ട് കണ്ടിട്ട്, അല്ലെങ്കിൽ അന്ന് അവിടെ ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ ഈ കസിൻസ് വഴി അങ്ങനെ പറഞ്ഞറിഞ്ഞു വരുന്നവരാണ് കൂടുതലും. അപ്പൊ അങ്ങനെ നേരിട്ട് മേക്കപ്പ് അനുഭവിച്ച ആളാണ് ഇന്നത്തെ നമ്മളുടെ ബ്രൈഡ്. ഓഡിറ്റോറിയത്തിൽ കയറിയത് തൊട്ട് ഇറങ്ങുന്നവരെ എല്ലാരും പറഞ്ഞതാ മേക്കപ്പ് അടിപൊളിയായിട്ടുണ്ടെന്ന്. എന്നെ കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന്. അത് ചേച്ചിക്ക് തന്നെ ഞാൻ കൊടുക്കണം. ഓൾ ക്രെഡിറ്റ്സ് ടു ഹർ. താങ്ക്സ് ചേച്ചി. താങ്ക് യു എന്നും എല്ലാരും പറയട്ടെ. ഈശ്വര. ഇന്ന് പക്ഷെ നമുക്ക് പൂജയൊക്കെ ഉണ്ടല്ലോ അല്ലെ? അതെ. ഇന്നിപ്പോ രാവിലെ നമ്മൾ ഹോമകുണ്ടത്തിലേക്കാണ് പോണത്. അതാണ് ഭയങ്കര രാവിലത്തെ കുറച്ച് സെറ്റിലായിട്ടാ ചെയ്യണേ. അത് കാരണം പുകയൊക്കെ അടിക്കുമ്പോഴത്തേനും അത് ഇളകി പോവാത്ത രീതിയിൽ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഹെവി ലുക്ക് പിടിക്കാം. പിന്നെ അന്ന് ചെയ്തു എന്ന് പറയുന്ന മേക്കപ്പ് ഗസ്റ്റ് ലുക്ക് ആണ് കേട്ടോ. അതെ, ഗസ്റ്റ് ലുക്ക് പോലെയാണ് ഇപ്പം ബ്രൈഡൽ വേണമെന്ന് പറയുന്നത്. അതും കൂടി പക്ഷെ അങ്ങനെ ആയിരിക്കില്ല, ബട്ട് ആ ഒരു തീമിലോട്ട്. അതെ. എന്റെ വെഡിങ് ആണെന്ന് ഉള്ള റിയാലിറ്റി ഹിറ്റായില്ല. ഇന്നലെ വന്നിട്ട് ഞാൻ ഒരുങ്ങുമ്പോൾ ഞാൻ എന്തിനാ എത്ര ഒരുങ്ങുന്നതെന്നുള്ള തോന്നലായിരുന്നു. ഐ എം ഫർഗെറ്റിംഗ് ദാറ്റ് ഐ എം എ ബ്രൈഡ്. ബ്രൈഡ് എന്ന് വിളിക്കുമ്പോ തന്നെ ഒരു മാതിരി ഉണ്ട് എനിക്ക്. സോ എനിക്ക് ഇതുവരെ റിയാലിറ്റി ഹിറ്റ് ആയിട്ടില്ല. എപ്പോൾ ഹിറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ബിക്കോസ് എനിക്ക് അവനെ അത്രയും വർഷമായിട്ട് അറിയുന്നതുകൊണ്ടും ഓക്കെ ഇതെന്ത് നമ്മൾ ചേർന്ന് പോകുന്നൊരു ഫങ്ഷൻ അങ്ങനെ ഉള്ളൂ. ഒരു ആൻസൈറ്റി ഇല്ല, ഒരു എന്താ പറഞ്ഞ ഒരു ടെൻഷൻ ഇല്ല, ഒന്നുമില്ല, ചില്ല. ഉരുളിഞ്ചില്ലാണ്. ഇന്നലെ വന്നിട്ട് ഒരു ഗ്രൂമിൻ്റെതായ ഒരു ടെൻഷനോ ഒന്നും ഫേസില്. ഭയങ്കര കൂളായിട്ട് വന്നിട്ട് മേക്കപ്പ് ചെയ്ത് പോയി. ഞങ്ങളുടെ ഇതില് പ്രപ്പോസൽ തന്നെ ഇല്ല. ഞങ്ങള് 2 പേരും തമ്മിൽ പ്രപ്പോസൽ ഇല്ല. ഞങ്ങളിങ്ങനെ വേണ്ടി ഒത്തിരി മാസങ്ങളോളം മിണ്ടിയിട്ട് അവസാനം ഞങ്ങൾ വിചാരിച്ചു അത് ജസ്റ്റ് ടേൺഡ് ഇൻ ടു റിലേഷൻഷിപ്പ്. ആരും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഞങ്ങള് ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് ടേൺഡ്
into a relationship. ഫസ്റ്റ് മീറ്റ് ചെയ്തത് ഞാൻ 10 പഠിക്കുമ്പോൾ തന്നെ. 10 പഠിക്കുമ്പോൾ അവൻ 11. അങ്ങനെ ഞങ്ങള് അപ്പം മിണ്ടാൻ തുടങ്ങി. അപ്പം തന്നെ മീറ്റ് ചെയ്ത്. പിന്നെ സെയിം സ്കൂളാണല്ലോ, ഓൺ എ ഡെയിലി ബേസിസ് ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലോട്ട് സമ്മതിച്ചില്ല. ലാസ്റ്റ് ഒരു 3-4 വർഷമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞ് മിണ്ടി വീട്ടിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വിക്ടറി ഇതുണ്ട്. അല്ലാതെ വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നമായിരുന്നു ഇത് സമ്മതിക്കാൻ. അതായിരുന്നു മേജർ ഒരു ഹാർഡിൽ ഞങ്ങൾക്ക്. മൊത്തത്തിലൊരു തിളക്കമയമാണ്. തിളക്കമയം കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണൊന്നും ചെയ്തിട്ടില്ല, സിമ്പിൾ ഒരു ഐ ഷാഡോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നെക്സ്റ്റില് നമ്മൾ എഴുതും. ഒരു ഹാഫ് അയ്യങ്കാര് കുട്ടി വന്നിട്ടുണ്ട്. ഇന്നലെയൊക്കെ ലാസ്റ്റ് മോഡേൺ ആയിരുന്നു. ഇപ്പൊ ഇന്ന് ഫുൾ ട്രഡീഷണൽ. മറ്റേ പാട്ടിടണം കേട്ടോ, അയ്യങ്കാര്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ലുക്ക്, പുടവ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആൻറ്റി? സൂപ്പർ, അടിപൊളി, ടോട്ടൽ മേക്ക് ഓവർ, വെരി ഇന്നോവേറ്റീവ് സെറ്റ്. ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് മനസ്സിലായി. നല്ല സൂപ്പർ ആയിട്ട്, എക്സലന്റ് മേക്കപ്പോ വെരി സറ്റിൽ ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. ഞാൻ ഫസ്റ്റ് ചേച്ചീനെ ബുക്ക് ചെയ്തപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഐ എം ലുക്കിംഗ് ഫോർ എ വെരി സട്ടിൽ മേക്കപ്പ് ആണെന്ന്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ഐ വാസ് കേപ്പബിൾ ഓഫ് ദിസ് മേക്ക് ഓവർ എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അത് ചേച്ചി കാരണം എനിക്ക് മനസ്സിലായി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ചേച്ചി. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ഫസ്റ്റ് ലുക്ക് ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഗണപതി പൂജ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ള കുങ്കുമൊക്കെ വാരിത്തൊട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അതെ, ഇനിയിപ്പോ മാറ്റി തരൂ. ഞങ്ങൾ മോഡേൺ ആവും. യെസ്, മോഡേൺ ട്രഡീഷണൽ. ഇതാണ് എന്റെ സെക്കൻഡ് ലുക്ക് സാരി. ഒട്ടും പറഞ്ഞു കൊടുത്തതല്ല. ഒട്ടും പറഞ്ഞു കൊടുത്തതല്ല. ഇതാണ് എന്റെ സെക്കൻഡ് ലുക്ക് സാരി. മറ്റേ ഇതാണ് എന്റെ ബുജി. മറ്റേ ബുജിയോട് ചോദിക്കുന്നൊക്കെ പറയുന്ന പോലെ വാടി. ബ്രൈഡിന് ഉറക്കം വരുന്നു. ഞങ്ങൾ സെക്കൻഡ് ലുക്കിലേക്ക് ഫോട്ടോഗ്രാഫേഴ്സ് വെയിറ്റിംഗ്. ഫോട്ടോഗ്രാഫേഴ്സ് ഊഞ്ഞാലാടണം. എന്തൊക്കെ ജോലിയുണ്ട്. ആണെങ്കിൽ ആ ബ്രൈഡിന് ഉറക്കം വരും. സെക്കൻഡ് സാരി കൊടുത്ത് ബ്രൈഡ് പോവാണ്. ഇനി ഊഞ്ഞാലാടിയിട്ട് വീണ്ടും വരും. അപ്പൊ നമ്മളുടെ തേർഡ് ലുക്ക്. യെസ്. അപ്പൊ ഇതിൽ നിന്ന് വീണ്ടും മാറ്റം വരുത്തും. ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സഞ്ജയൊക്കെ തൂക്കിയാ പോണേന്ന്.
ഞങ്ങൾ ലാസ്റ്റത്തെ തിരക്ക് പിടിച്ചുള്ള സൂര്യചന്ദ്രനെ കുറിച്ച് ഞങ്ങളുടെ ലാസ്റ്റ് ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ചാടി ഇൻറ്റു പറഞ്ഞോ. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം. കാരണം എനിക്ക് ടെൻഷൻ അടിച്ചിട്ടൊന്നും പറയാൻ സത്യമായിട്ടോ ഒന്നും പറയാൻ പറ്റുന്നില്ല. സൂപ്പർ ആർക്കാ റിവ്യൂ പറഞ്ഞോ. റിവ്യൂ സൂപ്പർ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വെരി നൈസ്. കുതിരയൊക്കെ ഞങ്ങൾ പറഞ്ഞത് തിരിച്ച് ഞാൻ പറയാ, ദിസ് ഇസ് മൈ ഡ്രീം ലുക്ക്. ആൻഡ് എല്ലാരും ഞാൻ വെളിയിൽ പോയ ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് എല്ലാരും പറഞ്ഞത് ഞാൻ ഗോഡസ് പോലെ ഇരിക്കുന്ന. അത് ഞാൻ സമ്മതിക്കുന്നില്ല. ബട്ട് താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു ഫോർ മേക്കിംഗ് മീ ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഓൺ മൈ സ്പെഷ്യൽ ഡേ. എനിക്ക് ഒരു തവണ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശമുള്ളൂ. ആൻഡ് ഐ ഗോട്ട് ദ ബെസ്റ്റ് റിസൾട്ട് പോസിബിൾ. താങ്ക് യു സോ മച്ച് ചേച്ചി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.